കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ്. കായംകുളം UDF കൺവീനർ A ഇർഷാദാണ് മോശം പരാമർശം നടത്തിയത്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CPIM നേതൃത്വം മറുപടി പറയണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ആവശ്യപ്പെട്ടു. കായംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് UDFിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ എർഷാദിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. വളരെ ശക്തമായി അതിനെ അപലപിക്കുകയാണ്. ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഒരു സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരെ ഈ രൂപത്തിൽ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ലിഡിയ ജേക്കബ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലിഡിയ, തികഞ്ഞ ആക്ഷേപമാണ് ഈ പരാമർശത്തിലുള്ളത്. UDF നേതൃത്വം ഇത് സംബന്ധിച്ച് ഈ വിമർശനം ഉയരുമ്പോൾ പ്രതികരിക്കുന്നുണ്ടോ? പരാതിയോ മറ്റോ നൽകിയിട്ടുണ്ടോ യു പ്രതിഭയോ അല്ലെങ്കിൽ LDF നേതൃത്വമോ? നിലവിൽ പരാതികളൊന്നും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെയാണ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധപരമായിട്ടുള്ള ഒപ്പം അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശം നടത്തിയിരിക്കുന്നത്. കായംകുളം UDF കൺവീനറായിട്ടുള്ള A ഇർഷാദാണ് യു പ്രതിഭയെക്കുറിച്ച് ഇത്രയധികം മോശമായ കാര്യങ്ങൾ പ്രസ്താവിച്ചത്. ഇന്നലെ കായംകുളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടന്നത്. വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ വലിയ പ്രതികരണങ്ങളുമാണ് ഇതിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പൊതുവേദിയിൽ തന്നെയാണ് പറഞ്ഞത് എന്നുകൂടിയാണ് ഉള്ളത്. ഒരു പൊതു മധ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുക എന്നുള്ളത് അത്രയധികം ഗൗരവകരമായിട്ട് കാണേണ്ട ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വാക്ചാതുര്യവും ശരീരത്തിന്റെ അഴകും കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്ക് വെക്കുന്നു അടക്കമുള്ള അത്രയധികം മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് UDF കൺവീനറാണ് എന്ന് കൂടി പറയുമ്പോൾ അത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും CPM ഇതിൽ ശക്തമായി അപലപിക്കുകയാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും എന്നാണ് CPM പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ യു പ്രതിഭ MLAയുടെ പ്രതികരണം വരും. തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.